ഹായ് ഹലോ. നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്കഞ്ഞിയാണ്. അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കും പഴങ്കഞ്ഞിക്ക് എന്താണ് ഇത്രമാത്രം പറയാനുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ് പഴങ്കഞ്ഞി. അപ്പോൾ കറക്റ്റ് നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് പറ്റും. സോ നമുക്ക് വീഡിയോ കാണാം. നാടൻ സ്റ്റൈൽ തന്നെയാണ് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മുള്ളനാണ് എടുത്തിട്ടുള്ളത്, ഉണക്കമുള്ളനാണ് എടുത്തിട്ടുള്ളത്. ഇതിനി അടുപ്പിൽ കനലിലിട്ടിട്ടാണ് നമ്മൾ ചുട്ടെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പപ്പടും ഈ കനലിലിട്ടിട്ട് തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കിതാ ഈ ഒരു സ്റ്റൈലിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, അതുകൂടെ നമ്മൾ ഈ കനലിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു സ്റ്റൈലിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2 ചമ്മന്തിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്ക ചെമ്മീൻ്റെ ചമ്മന്തിയാണ്. സോ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് നല്ല വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ വേറൊരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഉണക്കമുള്ളൻ്റെ തലയും അതുപോലെ പച്ചമാങ്ങ യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് ഈ ഉണക്കമുള്ളൻ്റെ തല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തിയെല്ലാം അമ്മിയിലാണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അമ്മിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കനലിലിട്ട് വേവിച്ച ആ ചുവന്നമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ഉണക്ക ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലൊന്ന് അരച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നല്ലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരുവിധം അരവായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചമ്മന്തിക്കുള്ള പ്രിപ്പറേഷൻസ് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ഉണക്കമുളകും പിന്നെ അതുപോലെ തന്നെ മുള്ളൻ്റെ തലയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചെറുള്ളി, അതുപോലെ കുറച്ച് പുളിങ്ങ, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല അരച്ചിട്ട് ഒരു ചമ്മന്തി പരുവാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച ചോറാണ്. ഇത് നമ്മളൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞു. ഇനി നമുക്കത് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ തന്നെ ഇത് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിലോട്ട് ഞാൻ ആദ്യം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉണക്കമീൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ അരച്ച് വെച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തോനിട്ട് കൊടുക്കാം, എന്നാലേ നമുക്ക് ആ പഴയൊരു ടെക്സ്ചർ കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. അതുപോലെ മാങ്ങച്ചാറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഇമ്മ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളൊരു 1 ഇയറായിട്ട് ഇട്ട് വെച്ച ഉപ്പിലിട്ട മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് അരച്ച് വെച്ച ചമ്മന്തി അതും കുറച്ച് തോനെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൊണ്ടാട്ടമുളകാണ് നമ്മളെ മെയിൻ താരം. നല്ല എരി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് മുറിച്ചിട്ട് നമ്മൾ ഇതിലിട്ട് കൊടുത്തു. ഇനി തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് തന്നെയാണ്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫൈനലി നമ്മളുടെ പപ്പടം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ പപ്പടം കൂടി ഇതിലിട്ടിട്ട് നല്ലൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇതൊരു നൊസ്റ്റാൾജിക് ഫീലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ നമ്മളിത് നല്ല ഞെരടി കൊടുക്കണം. നമ്മളുടെ പച്ചമുളകാണെങ്കിൽ കൊണ്ടാട്ടമുളകാണെങ്കിലും നല്ല മിക്സായി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.